72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ തിളങ്ങി മലയാളം. മികച്ച നടനായി മമ്മൂട്ടി തെരഞ്ഞെടുക്കപ്പെട്ടു. ഭ്രമയുഗത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. ബോളിവുഡ് താരം കാർത്തിക് ആര്യനുമായി പുരസ്കാരം പങ്കിടുകയായിരുന്നു. മികച്ച നടി യാമി ഗൗതം. മികച്ച മലയാള സിനിമയായി ഫെമിനിച്ചി ഫാത്തിമയും തെരഞ്ഞെടുക്കപ്പെട്ടു. മലയാള സിനിമയുടെ മനയിലേക്ക് വീണ്ടും സ്വാഗതം. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മലയാള സിനിമ തിളങ്ങി. മികച്ച നടനായി മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. 4ാം തവണയാണ് മമ്മൂട്ടി ദേശീയ അവാർഡ് നേടുന്നത്. ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി. ആ കഥാപാത്രം ആർക്കാണ് മറക്കാൻ സാധിക്കുക? പത്മശ്രീ, പത്മഭൂഷൺ, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, സംസ്ഥാന പുരസ്കാരം എന്നിവയെല്ലാം നേടിയെടുക്കുമ്പോൾ 74ാം വയസ്സിൽ പിൻതലമുറകളെ നിഷ്പ്രഭമാക്കുകയാണ് ഭ്രമയുഗത്തിലെ ഈ കൊടുമൺ പോറ്റി. Best actor in leading role shared Brahmayugam, Malayalam. This visually stunning horror film masterfully blends mythology, folklore, psychological tension and serves as a powerful allegory on greed, elevated by exceptional performances and haunting cinematography. Actor മമ്മൂട്ടി. മികച്ച സിനിമയായി മലയാളത്തിൽ നിന്ന് ഫെമിനിച്ചി ഫാത്തിമയും തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഗായികയായി വൈക്കം വിജയലക്ഷ്മി തിരഞ്ഞെടുക്കപ്പെട്ടു. അജയന്റെ 2ാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണിലെ എന്ന ഗാനമാണ് വൈക്കം വിജയലക്ഷ്മിയെ മികച്ച ഗായികയാക്കിയത്. ചോര കൺമുയൽ ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഭ്രമയുഗത്തിലൂടെ ഷെഹനാദ് ജലാൽ നേടി. ജൂറി അധ്യക്ഷൻ ജയരാജാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. 2024 സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് പരിഗണിച്ചത്. ഒപ്പം തന്നെ ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും മികച്ച നടനുള്ള പുരസ്കാരത്തിന് അർഹയായി. യാമി ഗൗതം മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആർട്ടിക്കിൾ 370 എന്ന ചിത്രമാണ് യാമിയെ മികച്ച നടിയാക്കിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ജനം.